നിക്ക് എങ്ങോട്ടാ പോന്നേ? ഞാൻ ട്യൂഷന് പോവാ. ലൈസൻസ് ഒക്കെ ഉണ്ടോ? അതിന് വണ്ടിക്ക് ലൈസൻസ് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് ഹെൽമെറ്റിന്റെ ആവശ്യമില്ലല്ലോ. അത് ഞാൻ എന്റെ സേഫ്റ്റിക്ക് വെക്കണതാ. സീറ്റ് ബക്കറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീറ്റ് വെക്കുന്നത്. 70 സെല്ലിൽ ഏത് സെല്ലാണ് വീക്ക് ആയിന്നുണ്ടെങ്കിൽ ആ സെല്ല് മാറ്റാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും, പുറകോട്ട് പോകും. ചേസിൽ നമ്മൾ മോട്ടർ, അതുപോലെ തന്നെ ഷോക്സ്, അതുപോലെ തന്നെ സ്റ്റാൻഡ്, സെന്റർ സ്റ്റാൻഡ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇവിടുത്തെ ഈ ഭാഗം പൂർത്തീകരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഇത് നമ്മൾ പ്ലാസ്റ്റിക് പാർട്സിന്റെ എല്ലാ പാർട്സുകളും ഫിറ്റ് ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോ ലിഥിയം ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇന്ത്യയിലേക്ക് വിറ്റ് പോകുന്ന ഒരു മോഡലാണ് ഈ മാക്സസ് ടയർ. F0 എന്ന് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലെ തൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞ ഒരു അടിപൊളി കമ്പനിയിലാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രിക് സ്കൂട്ടറുകളും ഉണ്ടല്ലോ, അതൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത വെഹിക്കിളും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ആവശ്യമുള്ള വെഹിക്കിൾസും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നമുക്കറിയാം. നേരെ കമ്പനിക്കകത്തേക്ക്. ടൈലോസ് കമ്പനിയുടെ മാനേജർ ജോമോൻ ചേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ട്? ഇത് തുടങ്ങിയിട്ട് 2017 തുടങ്ങിയതാണ്. 2017 തുടങ്ങി ഇപ്പൊ 8 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതൊക്കെ ടൈപ്പ് വെഹിക്കിൾ നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് രജിസ്ട്രേഷൻ ഉള്ളതും ഇല്ലാത്തതുമായ മോഡൽസ് ഉണ്ട്. ഏതൊക്കെ മോഡൽസ് നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത് ഡോ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. അത് കഴിഞ്ഞ ഡോ പ്ലസ്, അത് കഴിഞ്ഞ ഡോ, സ്പാരോ പ്ലസ്, ഫിനിക്സ് പ്ലസ് എന്നിങ്ങനെ മോഡലുകളാണ് നമുക്ക് ടൈപ്പ് വരുന്നുണ്ട്. അതെ, ഏറ്റവും ബേസ് മോഡൽ ഫിനിക്സ് എന്ന മോഡലാണ് ഇപ്പൊ വരുന്നത്. നമ്മൾ ഈ കണ്ട വീഡിയോസ് മൊത്തം ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ അതിന്റെ റിവ്യൂസ് അതേപോലെ ഓടിച്ച് കാണിക്കുന്ന നോക്കിയാണ്. ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ രൂപത്തിലേക്ക് ആക്കി എടുക്കുന്ന ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. അത് അറിയാനും കാണാനും വേണ്ടിയിട്ടാണ് ടൈലോസിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഏകദേശം 130ഓളം പാർട്സ് വരുന്നുണ്ട്. നമുക്ക് 130 പാർട്സോ? അതെ, ഇത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ചേസിൽ നടക്കുന്ന ഭാഗം, രണ്ടാമത് നമ്മൾ ബോഡി ഫിറ്റിംഗിന്റെ ഭാഗം, 3 നമ്മുടെ റാമ്പിലെ ഫുൾ പ്രൊഡക്ഷന്റെ ഭാഗം. ഇത്രയും ഫിറ്റിംഗും വരുമ്പോഴാണ് ഒരു വണ്ടി പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ചേസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ചേസിൽ നമ്മൾ മോട്ടർ, അതുപോലെ തന്നെ ഷോക്സ്, അതുപോലെ തന്നെ സ്റ്റാൻഡ്, സെന്റർ സ്റ്റാൻഡ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇവിടുത്തെ ഈ ഭാഗം പൂർത്തീകരിക്കുന്നത്. ടയറൊക്കെ ഇവിടെയാണ് ഫില്ല് ചെയ്യുന്നത്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഇത് നമ്മൾ പ്ലാസ്റ്റിക് പാർട്സിന്റെ ലൈറ്റ്, ഹോണ്, അതുപോലെയുള്ള എല്ലാ പാർട്സുകളും ഫിറ്റ് ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ ബോഡി പാർട്സുകൾ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതും നമുക്ക് ആവശ്യമുള്ള ഓരോ വണ്ടികൾക്കും ആവശ്യമുള്ള രീതിയിലുള്ള ബോഡി പാർട്സ്. അതെ, ഇതൊക്കെ സെപ്പറേറ്റ് ഈ സ്വിച്ചുകൾ, അതുപോലെ ലൈറ്റ്, ബൾബ് ഇതെല്ലാം സെപ്പറേറ്റാ. അപ്പൊ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ നേരെ റാമ്പിലേക്ക് നമ്മൾ ഈ പാർട്സുകൾ മാറ്റുന്നത്. മെയിൻ സ്ഥലത്തേക്ക് മാറി. അതെ. ഇനി നമ്മൾ റാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റാമ്പിൽ ആദ്യം ചെയ്യുന്നത് വയറിംഗ് കിറ്റ് ആണ്. ഈ വയറിംഗ് കിറ്റ് ആണ് ഈ കാണുന്നത്. ഈ വയറിംഗ് കിറ്റ് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ കൺട്രോളർ, കൺവെർട്ടർ അങ്ങനെയുള്ള പാർട്സുകൾ അതിൽ ഫിറ്റ് ചെയ്യും. ഈ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ മെയിൻ. അതെ, ഇതാണ് കൺട്രോളറാണ് ഇതിന്റെ മെയിൻ പാർട്സ്. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ മീറ്റർ, ഇതിന്റെ റീഡിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള മീറ്റർ, അതുപോലെ തന്നെ ഈ കീ സെറ്റ്, അതുപോലെ തന്നെ മെയിൻ കൺവെർട്ടർ അങ്ങനെയുള്ള പാർട്സുകളാണ് ഈ ഫ്രണ്ട് പാനലിൽ ഫിറ്റ് ചെയ്യുന്നത്. ഈ കീയിൽ തന്നെ 2 റിമോട്ട് ഒക്കെ കാണുന്നുണ്ടല്ലോ. അതെ, നമുക്ക് എല്ലാ വണ്ടികൾക്കും 2 റിമോട്ടും 2 കീയും ഉണ്ടായിരിക്കും. നമ്മുടെ സ്കൂട്ടറിന്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയാണ്. ഈ ബാറ്ററി വെക്കുന്നത് ഈ പൊസിഷനിലാണ് നമ്മൾ ബാറ്ററി വെക്കുന്നത്. ഇതിപ്പോ ലിഥിയം ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. ലിഥിയം ബാറ്ററി മാത്രമാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്? അല്ല, ലിഥിയം കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് നമുക്ക് ലിഥിയം ഫോസ്ഫേറ്റും ഉണ്ട്, ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 വർഷത്തെ വാറന്റി ഉണ്ട് ലിഥിയം ബാറ്ററിക്ക്. 3 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും ബാറ്ററി. ഗ്രാഫീൻ ആണെങ്കിൽ നമുക്ക് 12 വോൾട്ടിന്റെ 5 സെല്ല വരാം. ആ 5 സെല്ല് നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ചാർജിങ് ടൈം എടുക്കും. ഇത് 1 ഇയർ ആണ് അതിന്റെ വാറന്റി വരുന്നത്. ഇതിന് ശേഷം വരുന്നത് നമ്മുടെ ബോഡി പാർട്സ് ഫിറ്റ് ചെയ്യാന്നുള്ള ഒരു ലെവലാണ്. ബോഡി പാർട്സ് വന്നിട്ട് നമുക്ക് ആദ്യം വരുന്നത് സൈഡ് ലോവർ ആണ്. സൈഡ് ലോവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ലോവർ ഫിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ സീറ്റ് ബക്കറ്റ് ഫിറ്റ് ചെയ്യും. സീറ്റ് ബക്കറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീറ്റ് വെക്കുന്നത്. ബക്കറ്റ് നമുക്ക് ഇത് ഒന്നിച്ചിട്ടാണ്, ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടാണ്? എല്ലാം കണക്റ്റഡ് പാർട്സുകളാണ്. നമ്മളെല്ലാം കൂടി യോജിച്ചിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് കയറുന്നത്. ഓക്കെ, ഇതിൽ 2 ഹെൽമെറ്റ് ഒക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റും. ഡോ പ്ലസിൽ 2 ഹെൽമെറ്റ് വെക്കാം. ബാക്കിയുള്ള മോഡലിലേക്ക് നമുക്ക് ഒരു ഹെൽമെറ്റ് വെക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഇതിന്റെ പുറകു വശത്ത് ചാരി ഇരിക്കാനുള്ള ഒരു സൗകര്യം, അങ്ങനെ അതെ, ഒരു സപ്പോർട്ടാണ്. അത് ഒരു സേഫ്റ്റി കൂടിയാണ്. അത് ബാക്കിൽ ജസ്റ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു സപ്പോർട്ട് കിട്ടും. അപകടമൊന്നും ഉണ്ടാവില്ല, ബാക്കിലേക്ക് മറിഞ്ഞു വീഴ അങ്ങനെയൊന്നും സംഭവിക്കില്ല. കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു സേഫ്റ്റിക്കാണ് വെക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഊരി വെക്കാം. ഇതോടുകൂടി നമ്മുടെ വണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വണ്ടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി റാമ്പും നിറക്കുന്ന ഉൾപ്പാട് ഒരു ചെക്കിംഗ് ഉണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ 2 QC-മാർ നിന്ന് ചെക്ക് ചെയ്യും. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം അവർ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. 5 കിലോമീറ്റർ ഓടിച്ച് ചെക്ക് ചെയ്യും? അതെ, 5 കിലോമീറ്റർ ഓടിച്ച് ചെക്ക് ചെയ്യുകയും ചെയ്യും. ഒരു QC, അതിന്റെ റിമോട്ട്, അതുപോലെ തന്നെ ലൈറ്റുകള്, എല്ലാ ഇൻഡിക്കേഷനും നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ ബാറ്ററി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആകെ നമുക്ക് എന്താ പറയുക വലിയൊരു എക്സ്പെൻസ് അതിന്റെ പുറകിൽ വരുന്നുണ്ട്.
തീർച്ചയായിട്ടും. പലരുടെ മുന്നിലുള്ള ഒരു പേടി അതാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ വരുന്ന വണ്ടികൾ നമുക്ക് ചെക്ക് ചെയ്യാൻ മാത്രമായിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി എല്ലാം ഇപ്പൊ ലിഥിയം ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഓരോ സെല്ലുകൾ, ഇതിൽ ഏകദേശം 70ഓളം സെല്ലുകൾ വരുന്നുണ്ട്. 70 സെല്ലിൽ ഏത് സെല്ലാണ് വീക്ക് ആയിരുന്നുണ്ടെങ്കിൽ ആ സെല്ല് മാറ്റാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. കംപ്ലൈൻസ് വന്നിരിക്കുന്ന സെല്ലുകളിൽ നിന്ന് അത് മാത്രം മാറ്റിയിട്ട് ആ സീരിയലിൽ മാത്രം മാറ്റിയാൽ മതി. നമുക്ക് ആ സീരിയലിൽ മാത്രം 4 സീരിയൽ വരെ ആ 4 സീരിയൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുതിയത് ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ ചാർജറിന് വരുന്ന ഇഷ്യൂസ്, അങ്ങനെ ചാർജർ വരുന്ന ഇഷ്യൂസ് നമുക്ക് ചാർജർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റാഫ് ഉണ്ട്. എല്ലാ ചാർജറുകളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ചാർജർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസിംഗ് ഉണ്ടായിരുന്നില്ല, നമ്മൾ റീപ്ലേസ് ചെയ്ത് വേറെ കൊടുക്കുകയായിരുന്നു. ഇപ്പൊ നമുക്ക് ചാർജർ കംപ്ലൈന്റ് ആയി വന്നാലും നമുക്കത് റെഡി ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ വരുന്നത് ഗ്രാഫിൻ ബാറ്ററി ചാർജിങ്ങും അതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന സെക്ഷനാണ്. നമുക്കിത് തന്നെ 5 ബാറ്ററി നമ്മൾ ചാർജർ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്ത് ആ ബാറ്ററിനെ ബൂസ്റ്റ് ചെയ്ത് വീണ്ടും നമുക്ക് കണ്ടീഷൻ ആക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പാർട്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഉള്ളതാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നതാണോ? നമുക്ക് ഏകദേശം ഒരു 70% പാർട്സ് പുറത്തുനിന്ന് വരുന്നതാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ടയർ അതുപോലെ തന്നെ ബാറ്ററി അങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ ഇവിടെ വരുന്നതാണ്. മാക്സസിന്റെ ടയർ ആണ് ഇത്. നമുക്ക് വാറന്റി ഉള്ള ടയർ ആണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇന്ത്യയിലേക്ക് വിറ്റ് പോകുന്ന ഒരു മോഡലാണ് ഈ മാക്സസ് ടയർ. ആ ടയർ നിങ്ങൾ യൂസ്? അതെ. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്ന വണ്ടികളാണ്. ഇത് നമ്മുടെ സ്പാരോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മോഡലാണ്. പിന്നെ അതിന്റെ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട് സ്പാരോ പ്ലസ്. പിന്നെ നമ്മുടെ ഡോ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 കളറേഴ്സിൽ വരുന്നുണ്ട്. ഇത് 4 കളറിൽ വരുന്നുണ്ട്. അതെ. ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ കളർ വരുന്നുണ്ട്. ഈ ഫൈനൽ കാണുന്ന മോഡല് ഡോ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന്റെ 2 കളർ വരുന്നുണ്ട്. നമുക്ക് പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് ഇത് വരുന്നത്. ഈ എല്ലാത്തിന്റെയും നമുക്ക് ഈ പറഞ്ഞ പോലെ 2, 3, 4 കളേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ഉണ്ടാവുമോ? പിന്നെ എല്ലാ വണ്ടികൾക്കും ഒരു 4 കളർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് അത്യാവശ്യം നമുക്ക് റിവേഴ്സ് എടുക്കാനും സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ടോ? അതെ. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും, പുറകോട്ട് പോകും. അപ്പോ ഒരാളെ സഹായം ഇല്ലാണ്ട് കുറച്ച് പുറകോട്ട് എടുക്കാൻ നല്ല സൗകര്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഓടിച്ച് പോവുകയും ചെയ്യാം. ടൈലോസ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. അനിൽ ചേട്ടനും അതേപോലെ തന്നെ ബാബു ചേട്ടനും. ഞാൻ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ഇത് ലൈസൻസ് വേണ്ടാത്ത സെഗ്മെന്റ് ആയതുകൊണ്ട് ഒരു വീട്ടിലെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. അതിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണ കുട്ടികൾക്ക്, ഗ്രാൻഡ് പാരൻസ്, ഇനി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം, ഹൗസ് വൈഫിന്, എല്ലാവർക്കും പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം, എല്ലാ കാര്യങ്ങൾക്കും ഇത് നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. ലൈസൻസ് ഇല്ല വേണ്ട എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. ഇത് ലൈസൻസ് വേണ്ട എന്നുള്ള സംവിധാനത്തിനൊപ്പം തന്നെ ഇതിന് സ്പീഡ് ലിമിറ്റ് 25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഹെൽമെറ്റ് അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആവശ്യം വരുന്നുണ്ടോ? ഹെൽമെറ്റും അതുമാതിരി ലൈസൻസ്, ഇൻഷുറൻസ് ഒന്നും റെഗുലേറ്ററി റിക്വയർമെന്റ് പ്രകാരം ആവശ്യമില്ലെങ്കിലും നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റിനോണ്ട് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയാറുണ്ട്, അത് ഹെൽമെറ്റ് വെച്ച് ഓടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തോളൂ. അതെല്ലാം നമുക്ക് ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് അല്ലാതെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഹെൽമെറ്റ് വെക്കാം, അതേപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. അത് ഓക്കെ. മറ്റുള്ള കമ്പനിയിൽ നിന്ന് ഈ ടൈലോസ് എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? മറ്റുള്ള കമ്പനിയിൽ നിന്ന് ടൈലോസ് വ്യത്യാസമാവുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്വാളിറ്റി ടെസ്റ്റാണ്. പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് നമ്മുടെ ഡിഫറെന്റ് ലെവൽ ഓഫ് ക്യൂസിയിലാണ് ഇത് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ നമ്മുടെ സർവീസ് അതേപോലെ വാറന്റി ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ഈ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഡീലർ പോയിന്റിലത്തെ ടെക്നീഷ്യൻസിനെ ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ആണ് അവിടുത്തെ സർവീസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻ കേസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ ടോൾ ഫ്രീ നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് ടെക്നീഷ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഡീലർ പോയിന്റിലോ കസ്റ്റമർ പോയിന്റിലോ പോയിട്ട് നമ്മളത് സർവീസ് ചെയ്ത് കൊടുക്കുന്ന പ്രീമിയം സർവീസ് പോളിസിയാണ് കമ്പനി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാറന്റി എങ്ങനെയാണ് പറയുന്നത്? വാറന്റി മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ചിട്ട് എക്സ്റ്റെൻഡഡ് വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില പ്രോഡക്ട്സിന് 2 years 3 years വരെയുള്ള പ്രോഡക്ട്സിന് നമ്മൾ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി എനിക്ക് അറിയേണ്ടത്, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 25 കിലോമീറ്റർ ആണ് ഇതിന്റെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവർക്കും ഉപയോഗിക്കാതെ. അപ്പൊ നമുക്ക് കയറ്റൊക്കെ കയറാൻ എളുപ്പമാണോ? ഏറ്റവും വലിയൊരു ടെൻഷൻ എല്ലാവരും ഉള്ള ഒരു ഡൗട്ടും അത് തന്നെയാണ്. ഇലക്ട്രിക് ബൈക്ക് ആകുന്ന സമയത്ത് അത് എളുപ്പമാണോ? എന്താണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്? വളരെ എളുപ്പമാണെന്ന് വൃത്തിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ വണ്ടിയിൽ 150 കിലോ ആണ് നമ്മുടെ ലോഡിംഗ് കപ്പാസിറ്റി. 2 പേര് വെച്ച് നമുക്ക് ഇടുക്കി പോലെയുള്ള ഹിൽ ഏരിയകളിൽ ജനങ്ങൾ യൂസ് ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എത്ര വലിയ കാറ്റും പോലും അവർ ഈ 25 കിലോമീറ്റർ സ്പീഡ് വെച്ച് അവർ ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ സക്സസ് ആയിട്ടുള്ള മോഡലാണ് ഇതെല്ലാം. ഡീലർഷിപ്പ് എവിടെ വരെ ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ഡീലർഷിപ്പ്? നമ്മൾ കേരളത്തിലുടനീളം 150-ൽ പരം ഡീലേഴ്സ് ഇപ്പോൾ ഓൾറെഡി നമുക്കുണ്ട്. അതിന് പുറമെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്,
കർണാടക, ഹൈദരാബാദ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഡീലേഴ്സ് അവൈലബിൾ ആണ്. ഓ, നമ്മുടെ കേന്ദ്രം പുറത്തും ഉണ്ട്. അതെ അതെ, എല്ലായിടത്തും പുറത്ത് അവൈലബിൾ ആണ്. ഇതിലിപ്പോ പുതുതായിട്ട് ആർക്കെങ്കിലും ഒരു ഡീലർഷിപ്പ് വേണം എന്നുള്ള രീതിയിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ അവൈലബിൾ അല്ലാത്ത ടൗൺഷിപ്പിൽ ആർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരികയാണെങ്കിലും നമ്മൾ അതിന് എല്ലാ സഹകരണം ചെയ്തു കൊടുത്ത് അവിടെ ചെയ്യാനായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പല വെഹിക്കിളുകളും നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ കമ്പനി എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് NRIs അവരുടെ ഫാമിലീസ് ഇവിടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടി അവിടെ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഫാമിലീസിലേക്ക് നമ്മൾ വണ്ടി കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ വണ്ടി അവിടെ എത്തിച്ചു കൊടുത്ത്, അത് മാത്രമല്ല അവരെ അത് ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളരെ വ്യക്തമായിട്ട് ചെയ്തു കൊടുത്ത് വരുന്നതാണ്. അത് NRIസിന് വളരെയധികം ഉപകരിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഇത് നമ്മുടെ വണ്ടികൾ തുടങ്ങുന്നത് തന്നെ ഒരു എക്കണോമി മോഡലിൽ നിന്ന് ഒരു 49,000 മുതൽ അങ്ങോട്ട് നമുക്ക് വളരെ വ്യത്യസ്ത മോഡലുകളിൽ ഇത് ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞാണ് 49,000 രൂപ സ്കൂട്ടറാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 25 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ എന്നുള്ളത്. ആ ഒരു സ്പീഡിലുള്ള ആ ഒരു സെഗ്മെന്റ് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ? അല്ല, 25 കിലോമീറ്റർ ലോ സ്പീഡ് സെഗ്മെന്റ് ആണ്. ആവശ്യക്കാർക്ക് നമ്മൾ നമ്മുടെ ഒരു വണ്ടി ഹെറോൺ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മോഡൽ ഉണ്ട്. അത് രജിസ്ട്രേഷനോടുകൂടി ലൈസൻസിനോട് ഉപയോഗിക്കുന്ന ഹൈ സ്പീഡ് വെഹിക്കിൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതും ചെയ്യുന്നുണ്ട്? ഷുവറായിട്ട്. ഓക്കെ, എത്രയാണ് ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഇതേപോലുള്ള ഒരു സ്കൂട്ടർ ആയി വരുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ പാർട്സ് ആണ് വരുന്നത്, ഏത് പാർട്സ് ആണ് ഇതിന്റെ ഹാർട്ട്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലേ. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.